ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു ഹാർവെസ്റ്റിംഗ് ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. ഈ മുള്ളും കല്ലും ഒക്കെ കടന്ന് നമ്മൾ ഹാർവെസ്റ്റിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിന്നിപ്പോൾ ഇതൊക്കകത്തൂടെ കാലയിലും കയ്യിലും ഒക്കെ മുള്ളു കൊണ്ട് വരഞ്ഞ് ഇതിലൂടെ ഞങ്ങളൊരു നിധി തേടി പോവുകയാണ് കേട്ടോ. നിധി എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ്. ഇതിനകത്തൂടെയൊക്കെയാണ് പോണത്. ഇതുണ്ടോ പോയി. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്തപ്പോൾ നമ്മളത് ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് നാട്ടിൻപുറത്ത് പാവലാണ് കേട്ടോ. ഒരു വെറൈറ്റി പാവലിൻ്റെ ഒരു എണ്ണം കാണിച്ചു തരാം. വട്ടം പാവൽ അല്ലെങ്കിൽ കാട്ടുപാവൽ എന്നൊക്കെ പറയുന്നത് ഈ സംഭവം. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിന് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കാറ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. പറമ്പിലുണ്ടായതാണ്, ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാവേ. അങ്ങനെ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ വേറെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുകയും ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ അമ്മ ഒന്ന് വിളിച്ചു. നമ്മുടെ പറമ്പിലിങ്ങനെ ഒത്തിരി വട്ടം പാവൽ ഉണ്ടായിട്ടുണ്ട്, കാട്ടുപാവൽ ഉണ്ടായിട്ടുണ്ട്, വന്നാൽ നമുക്ക് നോക്കാം, വീഡിയോ എടുക്കാം, പറിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പുറകെ പോയി ഞാനത് പറിക്കാൻ നോക്കിയപ്പോൾ എല്ലാം കൈതയുടെ പുറത്തുകൂടിയാണ് കിടക്കണേ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആ കൈതയ്ക്ക് ഇടയിൽ കൂടെയൊക്കെയാണ് കേട്ടോ, പൈനാപ്പിളിൻ്റെ ആ ചെടിയൊക്കെ ഇല്ല, അതിനിടയിൽ കൂടെയൊക്കെയാണ് ഇത് കയറി നിൽക്കണം. അപ്പോൾ കയ്യിലിത് ഞങ്ങൾ ഒത്തിരി പറിക്കുകയൊക്കെ ചെയ്തു. പറിച്ച് ഞാനവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. അപ്പോൾ പറിക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ മുള്ളു കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നാലും സാരമില്ലാന്ന് വെച്ചിട്ട് ഇതങ്ങ് പറിച്ചിട്ട് പോകുള്ളൂ ഓർത്തിട്ട്. എന്ത് വന്നാലും നമ്മൾ നട്ടുപിടിപ്പിച്ച് പാവലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ കാട്ടുപാവൽ നമ്മുടെ പറമ്പിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ പറമ്പിലിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എക്സ്ട്രാ ഉണ്ടാകാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയായിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ അത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അമ്മ പറിച്ച് എൻ്റെ കയ്യിലേക്ക് തരുന്നുണ്ടായിരുന്നു, ഞാനത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടോ എന്നുള്ള നോട്ടമാണ് കേട്ടോ. ഇങ്ങനെ അതിനിടയിൽ കൂടെയൊക്കെ നോക്കാൻ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ കയ്യാലയുടെ സൈഡല്ലേ, അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ. പിന്നെ പറിച്ച് വന്ന് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ചെടി മൊത്തം വലിച്ച് പറിച്ചങ്ങ് നോക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറേ പഴുത്തതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പഴുത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിത്തിനെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പഴുത്തത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത്. സാധാരണ നമ്മുടെ പാവൽ പോലെ തന്നെ ആ ഷേപ്പും തന്നെ കേട്ടോ, ചെറുതാന്നേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പാവലൊക്കെ സെയിം തന്നെയാണ് കണ്ടോ, പറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ വീണ്ടും തപ്പി ഇറങ്ങി കേട്ടോ. വീണ്ടും ഉണ്ടോ എന്നൊക്കെ നോക്കി അമ്മയെ അതിൻ്റെ കൈതയുടെ പൊക്കത്തിൽ കൂടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ളതാ. ഞങ്ങൾക്കിന്ന് പാവയ്ക്കാക്കറിയാണ്. ഇഷ്ടംപോലെ പൂവുണ്ട്. ഇതുണ്ട്. ഇത് പക്ഷേ കൈതയുടെ പുറത്തൂടെ ഇങ്ങനെ പൈനാപ്പിളിൻ്റെ പുറത്തൂടെ കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറിക്കാൻ. എന്നാലും കുറേ പറിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരുപാട് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേണ്ട് ഇവിടെ ഉണ്ട്. ഒരെണ്ണം താഴെ പോയി. കിട്ടിയോ? താഴെ പോയി കണ്ടേന്ന് പറിക്കുക. കിട്ടിയോ? പറിക്കാൻ പറ്റിയോ? ഇങ്ങനെ ഒരെണ്ണം നല്ലതൊരെണ്ണം താഴെ പോയത് കണ്ടു. നല്ല മണമുണ്ട് കേട്ടോ, നല്ലൊരു മണമുണ്ട്. ഇനി ഉണ്ട് തോന്നുന്നു, എൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാണും. പക്ഷേ ഈ കൈത ആയതുകൊണ്ട് കൈതയുടെ പുറത്തൊരു മേല് മൊത്തം കൈതച്ചക്കയുടെ മുള്ളു കൊള്ളുന്നുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി, നല്ല മഴ, അടിപൊളി. ഇതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട് രണ്ടെണ്ണം. അതും കൂടി നമുക്ക് പറിച്ചെടുക്കാം. നോക്കട്ടെ, ഇച്ചിരി പണിയാണ്, ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. നമുക്ക് നോക്കാം. തേയിലൊരെണ്ണം വലുത് നിൽക്കണം, നമ്മളിതുവരെ കണ്ടില്ല. അയ്യോ, അതിൻ്റെ ഇലയും കൂടെ പോന്നു. ഇവിടെ ഒന്നും ഇതുവരെ കണ്ടില്ല. അതെ, ചോട്. പക്ഷേ ഇത് പല ചോട് കാണും ഇപ്പം. ഇല്ല, ഒരൊറ്റ ചോടേ ഉള്ളൂ. ആണോ? എടുത്തു ഇത് രണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പഴുത്താ. കണ്ട് അയ്യോ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കാണും അന്നേരം. അതല്ലേ പറഞ്ഞു, നമ്മളൊന്നുകൂടെ ഒക്കെ നോക്കിയാ നമ്മുടെ പഴയ എന്താ പറയണ്ടേ, നൊസ്റ്റാൾജിയ. അതെ, കിട്ടി. ഇനിയും കാണും എൻ്റെ ഇടയിൽ കൂടെ. ഇവിടെ അങ്ങോട്ടൊരെണ്ണം നിൽപ്പുണ്ട്. അത് തീരെ ചെറുതാണ്. ഇത് പഴുത്തതായിരുന്നു. പഴുത്ത താഴെയും പോയി കേട്ടോ. എവിടെ? ഇതല്ലേ? രണ്ടെണ്ണം. ഒരെണ്ണം ഞാൻ കണ്ടുള്ളൂ. വീടാ, എൻ്റെ കണ്ണ് എൻ്റെ മുരുക. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും വട്ടം പാവൽ ഇഷ്ടം പോലെ കിട്ടിയിരിക്കുകയാണ്. ഹാർവെസ്റ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ നമ്മുടെ ഹാർവെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ട് വീട്ടിൽ പോകാനായിട്ട്, സാധനം കൊണ്ടാൻ. അങ്ങനെ വണ്ടി വിളിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ്. ഒരുപാട് സംഭവം കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക പായസവും പാവയ്ക്ക കിച്ചടി, പാവയ്ക്ക കാട്ടുപാവലുള്ള എല്ലാം ഉണ്ടാക്കണം എല്ലാ ദിവസവും.
അപ്പം പനി പിടിച്ച് കിടന്ന ഞാനല്ലേ പിള്ളേർ വിളിച്ചോണ്ട് വന്ന തൈ വലിയ കള്ളു പുറത്തിനകത്തിട്ട് പേപ്പർ വെച്ചൊന്ന് ഫോട്ടോ എടുക്കണ്ടേ തിന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് ശകലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹാർവസ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.